അർജുനും ശ്രീതുവും രാത്രി ലൈവിൽ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും വിശ്വാസം തോന്നുന്ന വ്യക്തി ഇപ്പോൾ നീയാണ്. ആദ്യം ഋഷി എനിക്ക് നല്ല വിശ്വാസമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ട്രസ്റ്റ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഞാൻ പലതും അവൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴവൻ ജിൻഡോയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഇനി ഞാൻ അവനെ വിശ്വസിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് നിന്നെ എന്തുകൊണ്ടോ വിശ്വാസമാണ് ശ്രീതു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നിനക്ക് ഞാൻ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പ്രശ്നമാവും തോന്നുകയോ അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തെ ബാധിക്കും എന്ന് തോന്നുകയോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അകന്നു പോവാൻ തയ്യാറാണ് എന്ന് അർജുൻ ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, നിലവിൽ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവുമില്ല. നീ എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്. ഈ സമയം വരെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നതിൽ കവിഞ്ഞ് വേറൊന്നും നമ്മുടെ ഇടയിലില്ല. അത് എനിക്ക് ഇത്ര നേരം ഈ നേരം വരെ ഒരു കുഴപ്പവുമില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പരസ്പരം നമ്മളെ വിശ്വാസമുണ്ട്. പുറത്തെ ജനങ്ങളും നമ്മളെ കാണുന്നുണ്ടല്ലോ, അവർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രശ്നമില്ല എന്നാണ് അവിടെ ശ്രീതു പറയുന്നത്. അർജുൻ പറയുന്നുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് നിന്നിൽ എനിക്ക് തോന്നുന്നുണ്ട്. നീ ബാക്കിൽ നിന്ന് കുത്തില്ല. രഹസ്യങ്ങൾ നമുക്ക് ഉള്ളു തുറന്ന് പറയാം. നീ അത് രഹസ്യമായി ഉള്ളിൽ വെച്ചുകൊള്ളും. എല്ലാവരുടെ അടുത്ത് പറഞ്ഞു നടക്കുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ ഒരുപാട് ട്രസ്റ്റ് എനിക്ക് നിന്നിൽ തോന്നുന്നുണ്ട് എന്നാണ് അർജുൻ പറയുന്നത്. എന്തായാലും അർജുനും ശ്രീതുവും തമ്മിൽ ഇന്നലെ രാത്രി ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അവർ ഉള്ളു തുറന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ആൾക്കാർ വന്നതിന് ശേഷം ഇവരുടെ ഒരു കോംബോ പുറത്തുണ്ട് എന്നുള്ളൊരു ചെറിയ ക്ലൂ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് മോശം വരരുത് എന്നുള്ളത് അർജുൻ എടുത്തു പറയുന്നുണ്ട്. എന്നിരുന്നാലും എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അൺകംഫർട്ടബിളായി തോന്നിക്കഴിഞ്ഞാൽ ശ്രീതു അത് മനസ്സ് തുറന്ന് പറയണമെന്നാണ് അർജുനോട് പറയുന്നത്. എന്തായാലും രണ്ടുപേരും അത് ശരിവെക്കുകയും ചെയ്തു. ഒരുപാട് നേരം പല കാര്യങ്ങളും അവർ ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു.